പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് PV അൻവർ MLA. കേരളത്തിൽ എല്ലായിടത്തും മത്സരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അപ്പോൾ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. വിപിൻ, ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം PV അൻവർ ഉറപ്പിച്ചു. ഇക്കാര്യത്തിൽ അൻവറിന് എന്തോ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നേരത്തെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ആലോചനയുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നൊരു ഘട്ടത്തിൽ പറയുന്നു. ഇതാ ഇന്ന് വീണ്ടും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നതായി കേട്ടിരുന്നു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് അൻവർ എത്തുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, മുഖ്യമന്ത്രിക്കെതിരെയും CPM നേതൃത്വത്തിനെതിരെയും ആരോപണം ഉന്നയിച്ചതു മുതൽ തന്നെ ഉയരുന്ന ഒരു വലിയ രാഷ്ട്രീയ ചോദ്യമായിരുന്നു PV അൻവർ എന്ത് നീക്കമാണ് നടത്തുന്നത്, ഇനി എങ്ങോട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതിൽ UDFന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അനുഭാവപൂർവമായ ചില നിലപാടുകളൊക്കെ പുറത്തു വരുന്നത് കണ്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരികയാണ്. PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളത് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നടത്തുന്ന ഈ പൊതുസമ്മേളനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ട്, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്ക് അകത്തു നിന്നും CPMന്റെ അണികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു പിന്തുണ, മൗനമായിട്ടാണെങ്കിലും ഒരു പിന്തുണയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പല രീതിയിലുള്ള ആളുകൾ തന്നെ സമീപിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് എടുക്കുന്ന നിലപാട്. കാരണം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ തമ്മിൽ ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടപടികളൊന്നും ഉണ്ടാകാത്തത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്നത്. തൻ്റെ ആശയവും തൻ്റെ നിലപാടുമായി ഒത്തുചേർന്ന് എല്ലാവർക്കും ഒപ്പം ചേരാം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ജനപങ്കാളിത്തത്തെയൊക്കെ അടിസ്ഥാനമാക്കി അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഈ വളരെ ദൂരമൊന്നും അല്ലാതെ തന്നെ വളരെ അടുത്ത് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം തന്നെയാണ് മഞ്ചേരിയിൽ ഈ വരുന്ന ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണ യോഗം അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കൂടി പ്രധാനമുള്ളതാണ്. ആദ്യം എടുക്കുന്ന വിഷയം ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പല രീതിയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാണ്. കേരളത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി ആ വിഷയങ്ങളായിരിക്കും താൻ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് കൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അതിൻ്റെ രൂപരേഖ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖയുണ്ട് എന്നുണ്ടെങ്കിലും അത് കൂടുതൽ ദിവസങ്ങളിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ നേതൃത്വത്തിൽ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിലൊക്കെ ഒരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളതിൽ ഇന്ന് വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നു PV അൻവർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തോട് പ്രതിപക്ഷത്ത് 2 പ്രതികരണം ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അത്തരമൊരു പാർട്ടി രൂപീകരണത്തിന് അൻവറിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും ഒപ്പം ഏറെക്കുറെ അതിനെ സ്വാഗതം ചെയ്യുന്ന, അൻവറിൻ്റെ സമീപനങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ എന്നതുകൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ UDFിലേക്ക് അൻവറിന് പോകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അത്തരം ചർച്ചകൾ സമയമാകുമ്പോൾ ഉണ്ടാകുമെന്നുകൂടി നേരത്തെ VD സതീശൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകി.